24 ബ്രേക്കിംഗ്. വ്യാജരേഖ നിർമ്മിച്ച അവയവ കച്ചവടം നടത്തിയ കേസിലെ മുഖ്യപ്രതി നജീബിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പോലീസിന് അന്വേഷണം. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ വിദേശയാത്ര നടത്തിയതിന്റെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ലഭിച്ച വ്യാജരേഖകളുടെ സഹായത്തോടെ അവയവം ദാനം ചെയ്തവരെ കണ്ടെത്താനുള്ള ശ്രമവും നടക്കുന്നു. നജീബ് കേരളം വിട്ടെന്നാണ് സംശയം. വിഷ്ണു സുരേഷ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. വിഷ്ണു, അതിന്റെ ആദ്യഘട്ടത്തിലെ സൂചനകൾ കണ്ടപ്പോൾ തന്നെ ഇത് ഇവിടെ നിൽക്കുന്ന കേസല്ല, ഇതിന്റെ പിന്നിൽ വമ്പൻ ശക്തികളുണ്ട്, ഒരുപക്ഷെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വൻ ടീമുകളുണ്ട് എന്ന സൂചന ഉണ്ടായതാണ്. ഏതാണ്ട് അതേ വഴിയിൽ തന്നെ അന്വേഷണം പോകുന്നു തോന്നുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഇത് കേവലം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ പോലീസിന് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഇയാൾ ഈ മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അവയവ കച്ചവടം അല്ലെങ്കിൽ അവയവ കടത്ത് നടത്തിയിരുന്നതെന്നാണ് പ്രാഥമികമായ വിവരം. അതുകൊണ്ട് തന്നെ വിദേശയാത്രകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഈ വിദേശയാത്രകൾ ഈ അവയവ ദാനത്തിൽ അല്ലെങ്കിൽ അവയവ തട്ടിപ്പിന് വേണ്ടി എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഇനിയിപ്പോൾ ഇയാളുടെ പാസ്പോർട്ട് അടക്കം ലഭ്യമായ ശേഷം മാത്രമാണ് ഏതെല്ലാം രാജ്യങ്ങളിൽ ഇയാൾ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താനാകുക. അതിൽ ഒരു രാജ്യം അതാണ് ഇവർ കീയായി നോക്കുന്നത്, ആ കീ പോയിന്റായി നോക്കുന്നത്. അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ നമ്മൾ നേരത്തെ എറണാകുളത്ത് ഉണ്ടായിരുന്ന ഒരു അവയവ കടത്തുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാകുമോ എന്ന ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. നജീബിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നജീബ് ഡൽഹിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അവിടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഒപ്പം ഇരകളെ കണ്ടെത്താനും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ പള്ളിക്കരയിലെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരുപാട് വ്യാജ സാക്ഷ്യപത്രം ലഭിച്ചിട്ടുണ്ട്. അതായത് അതിൽ ചില പേരുകൾ, ചില അഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തി അവർ എങ്ങനെയാണ് ഇതിനകത്തേക്ക് എത്തിയത്, അവരെ എങ്ങനെയാണ് നജീബ് സമീപിച്ചത്, അവർക്ക് എത്ര രൂപ നൽകി, അവരെവിടെയുള്ള ആളുകളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്താനുള്ള പ്രാഥമിക അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിട്ടുള്ളത്. ഒപ്പം ഒരു മെഡിക്കൽ പരിശോധന ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നും പോലീസ് വിവരം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർമാരെ അടങ്ങിയ ഒരു സംഘം ഇതിൽ ഉൾപ്പെടുത്തി അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേവലം മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തുടരെ കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകും. ഇതുവരെ 6 അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ആളുകൾ, അതായത് പ്രതിപ്പട്ടികയിൽ നിലവിൽ 7 പേരാണുള്ളത്. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നാളെ ഒരു പ്രധാനപ്പെട്ട ബ്രേക്ക് ത്രൂ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. ഹാഷ്മി. ഓക്കെ, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.